ഹലോ ഗൈസ്, അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ റോഡിൻ്റെ അങ്ങേപ്പുറത്തെ സൈഡിലുള്ള മുന്തിരിത്തോട്ടത്തിൽ പോയി. ഇപ്പം നമ്മൾ പോകുന്നത് MSR മുന്തിരിത്തോട്ടത്തിലാണ് കേട്ടോ. MSR ഗ്രേപ്പ് മുന്തിരിത്തോട്ടം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിലെ കൂടെ ഇറങ്ങി പോകുമ്പം ആദ്യം തന്നെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ. ശരിക്കും അപ്പുറയും മുന്തിരിത്തോട്ടം തന്നെയാണ്, ഇപ്പുറയും മുന്തിരിത്തോട്ടം തന്നെ. അവിടെ കണ്ടത് തന്നെ നമ്മൾ ഇവിടെയും കാണുന്നുള്ളൂ. ഈ കാണുന്നിടത്ത് കുട്ടി കുട്ടി ഗെയിംസൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് ഈ സൈഡിൽ കൂടെയാണെന്ന് തോന്നുന്നു മറ്റേ കിളികളെയൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇനി നമ്മളിവിടുന്ന് നേരെ നടന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം, ഉള്ളിലേക്ക്. അന്നേരമാണ് മുന്തിരി പഴുത്ത് വെക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഈ സ്ഥലത്ത് ഈ പോകുന്ന വഴിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ തെങ്ങുകളും സൈഡിൽ കൂടെയൊക്കെ തെങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഈ മഞ്ഞ കളർ ബിൽഡിങ്ങിലാണ് അവർ ഈ മുന്തിരിയുടെ ഐറ്റംസൊക്കെ വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോഴും സാധനം മേടിക്കാം, വേണമെങ്കിൽ ഇറങ്ങി വരുമ്പോഴും സാധനം മേടിക്കാം പാകത്തിന്. ഇവിടെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവിടെയും നമുക്ക് മുന്തിരി ജ്യൂസൊക്കെ ലൈവായിട്ട് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇതിൻ്റെ ഉള്ളിലായിരിക്കും തോന്നുന്നു. ഓക്കെ, സൈഡിൽ കാണുന്നതാണ് പച്ചമുന്തിരി. ആൻഡ് അതും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയൊക്കെ എനിക്ക് ഇവിടെ ഈ മേളേശൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വീണ്ടും അടുത്ത ഷോപ്പുണ്ട്. ജ്യൂസൊക്കെ ലൈവ് ജ്യൂസൊക്കെ കൊടുക്കും. ആൻഡ് ഇവിടെ എല്ലാം തന്നെ പറിച്ച് തീർന്നു. തിരക്ക് രണ്ടിടത്തും സെയിം ആണ് കേട്ടോ. ഇവിടുത്തെ എല്ലാവരും പറിച്ച് തീർത്തെന്ന് തോന്നുന്നു. പാവം അത് കണ്ടോ, അത് നല്ല ഏർപ്പാടാണ്. കുഞ്ഞുങ്ങളുള്ളവരുടെ കയ്യിലേക്ക് മുന്തിരിങ്ങ കൊടുക്കുന്നത്. കാരണം അപ്പുറത്തുള്ളവർ കുഞ്ഞുങ്ങളെല്ലാവരും പൊക്കുന്നു, കുഞ്ഞുങ്ങളെല്ലാം പറയുന്നു. ആ ചേച്ചി ബോധപൂർവ്വം നീങ്ങി. അതാണ് കുഞ്ഞുങ്ങളുള്ള എല്ലാവരുടെയും കയ്യിൽ മുന്തിരി അങ്ങ് കൊടുക്കുന്നു. മുന്തിരി തിന്നുന്ന പിള്ളേരുടെ കയ്യിൽ മുന്തിരി ഉള്ളത് കൊണ്ട് ഓൾറെഡി ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പറിക്കാൻ പറ്റില്ല. സോ മുന്തിരി ഈസ് സേഫ്. ഇഷ്ടം തുടങ്ങിയോ? പാവം ചേച്ചി, അവരിന്ന് എല്ലാവരും പൊളിക്കുക. ഓ, ആ സ്പേസ് എനിക്കുള്ളതാണോ? പൊരുവയിലെത്താണെങ്കിൽ എനിക്ക് പൊരിഞ്ഞ് വിശപ്പ്. ഇപ്പം നമുക്ക് പോയി ചോറുണ്ട് കയറാം. ഇച്ചിരി ചോറും വെച്ചാൽ ഇപ്പം നമ്മൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കിളികളെയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. സ്റ്റെപ്പ് കയറി മേളിൽ വന്ന് കഴിയുമ്പോൾ റൂം പോലെ ഒരു സ്പേസിലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കിളിയൊന്നും പുറത്ത് പോകാതിരിക്കും. ആൻഡ് ആദ്യം നമ്മളൊരു ചെറിയ മുറിയിൽ കയറും. എന്നിട്ട് അവിടെ ഡോർ ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളിൽ കയറുക. എൻട്രി ഫീസ് 50 ആണ്. അതിൻ്റെ എന്നിട്ട് 2 പാമ്പിനെ ഫ്രീ ആയിട്ട് എടുക്കാം അങ്ങനെ. പിന്നെ ഒരു ഇഗ്വാനുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. പിന്നെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ലാത്ത മൃഗങ്ങളുണ്ട്. കയ്യിൽ പോകുമ്പോൾ നമ്മൾ ഈ സീഡ് കൊണ്ടുപോകണം, അത് കിളിക്ക് കൊടുക്കാൻ വേണ്ടി. അതിന് പോകുന്നതിന് മുന്നേ അവർ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നുണ്ട്. കിളികൾ മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടിച്ചു പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പതിയെ മൊത്തം തിന്നൂടി, മൊത്തം എടുത്തോടുകൂടി പാവം. അയ്യോടാ,
ഇതാണ് കിളികളുടെ ഡൈനിങ് ഏരിയ. ഡ്യൂഡിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഡ്യൂഡ്? കഴിച്ചോ? വേണ്ടേ? പേടിയാണോ? വേണ്ടേ? ചോറും കഴിച്ചോ? കഴിച്ചോ? അച്ചടാ, പേടി. നീ ബഹളം വെക്കല്ലേ. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ഇച്ചിരി വേണോ? കൈയല്ല ഇത്. ഇതുണ്ടോ? അയ്യടാ, ഇതാരത്? നിനക്ക് വേണോ? ആ കയ്യൊക്കെ അടിച്ചടി. പേടിച്ചിട്ടായിരിക്കുവേ. ആ അവര് വന്നു. യേശുവേ, എൻ്റെ തല കുഞ്ഞി. എന്നെ കടിക്കില്ലേ? ഞാനൊരു പാവല്ലേ. നല്ല ഇവിടെ നോക്ക്, പൊന്നൂസിന്റെ തലയില് വരെ ഇരിക്കുവോ ഒരാള്. എന്റെ തലയിലിരിക്കുവോ? എനിപ്പടി. അയ്യടാ, അത് തലയിലിരിക്കുവാടി. പാമ്പോ? എവിടെ പാമ്പ്? അച്ചടാ അച്ചടാ, ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ മാറി നിന്നെടുക്കാവേ. മാറി തന്നെ. അച്ചടാ ചാക്കുരു, ഇത് വിറയ്ക്കുന്നുണ്ടോ? ആ ഇങ്ങോട്ട് ചാക്കുരു. അച്ചടാ അച്ചടാ, ചക്കുരുവേ ചക്കുരുവേ. എന്താ പെട്ടെന്നാ പേടിക്കുന്നേ? രസമൊന്നുമില്ല. ഓ, ഇവിടെ ഒരു ജാടക്കാരൻ ഇരിപ്പുണ്ടേ. ഞങ്ങൾക്കൊരു ചെറിയ ജാടയൊക്കെ ഉണ്ട്. നോക്കിക്ക്, ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അവൻ. അവൻ ഭയങ്കര തിരക്കില്ല. കുഞ്ഞി എടുക്ക, നീ ധൈര്യശാലിയല്ലേ? എടുക്ക. നീയാ പാമ്പിനിയാ? ഏതാ പാവ? ഏതാന്നാ? വലുതുണ്ട്, വലുത്. കൈ കഴുകി
എല്ലാം മെല്ലെ. പൊന്നിന്റെ കൊറിയ സിനിമയിലെ ചേച്ചി ഏത് ചേച്ചി? അതെ. എടി കാണാൻ നല്ല സുന്ദരനൊക്കെയാണ് അല്ലേ? ഇത് പെണ്ണാണോ ആണാണോ? ചെറുക്കനാ. എന്നിട്ട് കയ്യിലൊക്കെ മുത്തിക്കുന്നു. കാണും തോറും ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട്. വായിക്ക് ചുറ്റും മൂക്കാണോ? ഇതിന് വായിക്ക് ചുറ്റും മൂക്ക്. ഞാൻ എന്തൊക്കെയാ പറയുന്നത് എനിക്കേ അറിയില്ല. അച്ചടാ ഒരു പോസ്. കുടി പ്ലീസ് പോസ്. രണ്ടുപേരും നല്ല പോസ്. ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ അടുത്തേക്ക് വരണ്ട. പാമ്പിൻ്റെ അടുത്തിട്ട് എൻട്രി ടിക്കറ്റ് ചേച്ചി. അയ്യോ പൊന്നൂസേ, ഞാൻ പിടിച്ചോളാം വീഡിയോ. നീ അവിടെ തന്നെ നിന്നാ മതി. ഓടാൻ എക്സിറ്റ് ഏതാ ചേച്ചി? എക്സ്ക്യൂസ് മീ, അതെന്റെ കൈയാ. നോ നോ നോ, അതിനേക്കാൾ വലിയ പാമ്പിനെ അല്ലേ ഇച്ചിരി മുമ്പ് എടുത്തത്? പാമ്പേ അമ്മേ. അമ്മ പേടിപ്പിക്കില്ല. അനങ്ങുന്നതിന് മുന്നേ മേത്ത് കയറുവാണല്ലോ ചേട്ടാ. ആ ആ ആ ആ ഞാനേ ആ മുതിരെ ഇഷ്ടപ്പെട്ടില്ലേ?